ഒരിക്കൽ കൂടി എല്ലാവർക്കും പൊന്നുരുളിയിലേക്ക് സ്വാഗതം. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും. അതാണ് ചിക്കൻ തോരൻ്റെ ഒരു പ്രത്യേകത. നല്ല ഒന്നാം തരം ചിക്കൻ തോരനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത്. പല രീതിയിൽ ചിക്കൻ തോരൻ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ടെങ്കിലും ഇത് എൻ്റെതായ ഒരു രീതിയാണ്. ഇതേ രീതിയിൽ ആരെങ്കിലും ചെയ്യാറുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും എൻ്റെ ഈ റെസിപ്പി ഒന്ന് മുഴുവൻ കണ്ട് നിങ്ങൾ തീർച്ചയായും പരീക്ഷിച്ച് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏകദേശം 200 ഗ്രാം ചിക്കനാണ് ഈ ചെറിയ ചിക്കൻ തോരൻ ഉണ്ടാക്കാനായി ഞാൻ എടുക്കുന്നത്. നോർമലി എല്ലുള്ള ചിക്കൻ പീസസ് തന്നെയാണിത്. ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നു. വേവിച്ച ശേഷം ഇതേപോലെ ഷ്രെഡ് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. 2 ചെറുതും ഒരു മീഡിയം സൈസ്ഡുമായ 3 സവാളയാണ് ചെറിയ കഷ്ണങ്ങളാക്കി ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 3 ചെറിയ പച്ചമുളകും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നു. അതേപോലെ 1 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയും 7 ടല്ലി വെളുത്തുള്ളിയും ഇതേപോലെ ഘനം കുറച്ചരിഞ്ഞ് വെച്ചിരിക്കുന്നു. 5-6 ചെറിയ ചുവന്നുള്ളി കൂടി നന്നാക്കി വെച്ചു. ഇനി മിക്സിയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായി ഈ ചുവന്നുള്ളിയും 3 പിടി തേങ്ങയും, ചെറിയ 3 പിടി തേങ്ങയും, അതിലേക്ക് 1 നുള്ള്, അതായത് ഏകദേശം 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 മുതൽ 1.5 ടീസ്പൂൺ മുളക് പൊടിയും, വളരെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി തോരൻ പരുവത്തിന് ചതച്ച് മാറ്റി വയ്ക്കുന്നു. ചിക്കൻ വേവിച്ച അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആ പാത്രം അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചതച്ച പെരിഞ്ചീരകം ഏകദേശം 1 ടീസ്പൂണും പൊട്ടിച്ചെടുക്കുന്നു. ഇനി അതിലേക്ക് വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് നല്ല മൂത്ത ഒരു മണം വരുന്നത് വരെ മൂപ്പിക്കുന്നു. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് പാകത്തിന് ഉപ്പുമിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. അടുപ്പിലാണ് കുക്ക് ചെയ്യുന്നത്, പോരാത്തതിന് മൺപാത്രവുമാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പാത്രത്തിന് നല്ല ചൂടിപ്പം തന്നെ ഉണ്ട്. കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സവാള ഒന്ന് സോഫ്റ്റ് ആവുകയേ വേണ്ടൂ. സവാളയേക്കാൾ നല്ലത് ചുവന്നുള്ളി ഇടുന്നതാണ്. പക്ഷേ ഇത്രയും ചുവന്നുള്ളി നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സവാളയാണ് പ്രാക്ടിക്കൽ. എങ്കിലും അങ്ങനെ പരീക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോഫ്റ്റായ സവാളയിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് 1-2 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്ക് ചെയ്യുന്നു. ഇനി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പുമാണ്. ഇതും ചേർത്ത് നല്ലപോലെ ഇളക്കുന്നു. ഇനി ഉപ്പ് പാകമാണോ എന്നുകൂടി പരിശോധിക്കുക. ഇതെല്ലാം ഒരിക്കൽ കൂടി നല്ലപോലെ ഇളക്കി 1 കൈപ്പിടി കറിവേപ്പിലയും ഇതിനുമേൽ തൂവി അടച്ചു വെച്ച് 3-4 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ചിക്കൻ വേവിച്ച് എല്ലൊക്കെ കളഞ്ഞ് ഷ്രെഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ ഇടിച്ചക്ക തോരൻ ഒക്കെ ചവയ്ക്കുന്ന ഒരു ഫീലാണ്. രുചിയിൽ ഇടിച്ചക്കത്തോരനുമായി യാതൊരു സാമ്യമില്ലെങ്കിലും ചിക്കൻ തോരൻ കിടിലനാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലെങ്കിലും ഈ തോരൻ ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കിയില്ലെങ്കിൽ വൻ നഷ്ടമാണ്. അതേപോലെ തന്നെ ഒരിക്കൽ നിങ്ങളിതുണ്ടാക്കിയാൽ ഒരു പ്രാവശ്യത്തിൽ നിർത്തില്ല, വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടപ്പെടും. അത്ര രുചികരമായ ഈ ചിക്കൻ തോരൻ റെസിപ്പി നിങ്ങളേവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മടിക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.